നമുക്കിതിൻ്റെ പവർ ഡെലിവറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹലോ മച്ചാമാരെ, മോട്ടോർ സ്ക്വാഡ് എന്ന ഞങ്ങളുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2017 മോഡൽ യൂണിക്കോൺ 160 ആണ്. ഈ വണ്ടി ഏതാണ്ട് 3 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് കണ്ടാൽ 2014 ഹോണ്ട ഈ മോഡലിനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ശേഷം 2017 വീണ്ടും ചില ഫേസ് ലിഫ്റ്റോടുകൂടി ഹോണ്ട ഇതിനെ റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ മോഡൽ. കൂടുതലൊന്നും വലിച്ചു കിട്ടുന്നില്ല. നമുക്ക് നേരെ എൻ്റെ സ്പെക്കിലേക്ക് പോയേക്കാം. ആദ്യം തന്നെ നമുക്ക് എൻ്റെ എഞ്ചിനെ പറ്റി നോക്കാം. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 162 cc എയർ കൂൾ എഞ്ചിനാണ് ഹോണ്ട ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പവർ എടുത്ത് നോക്കുവാണെങ്കിൽ 8000 RPM 14.1 PS പവറും 6000 RPM 13.2 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ബിൽഡ് ക്വാളിറ്റി വന്നിട്ടുണ്ട്. അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു എഡ്ജ് ഇങ്ങോട്ട് തള്ളിയിരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു കുറവ് നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ആട്ടം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ ആ ഒരു മെറ്റൽ ഭാഗം എടുത്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബിൽഡ് ക്വാളിറ്റി ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം സ്ട്രോങ് തന്നെ വണ്ടി. പിന്നെ ഈ ഒരു ഭാഗം ചെറിയൊരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു കുറവ് നമുക്ക് കാണാൻ പറ്റും. ഇനി ബാക്കിലോട്ട് വരുമ്പം ഈ യൂണിക്കോൺ 160 എഴുതിയേക്കുന്ന ഈ ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി അത്രേ പറയാൻ പറ്റൂ. അത്രയ്ക്ക് നല്ല, അത്രയ്ക്ക് ബെസ്റ്റും അല്ല, അത്രയ്ക്ക് മോശമല്ല, ഒരു മീഡിയം ബിൽഡ് ക്വാളിറ്റി. ബിൽഡ് ക്വാളിറ്റി എടുത്ത് നോക്കുവാണെങ്കിൽ CBRൻ്റെ അത്രയൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ക്രാഷ് കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ക്രാഷ് കാർഡ് തന്നെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് ഡ്രോപ്പ് ആയാൽ തന്നെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിനൊന്നും കാര്യമായ കുഴപ്പം പറ്റാനൊന്നും സാധ്യതയും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇനി ഇൻഡിക്കേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാ ഹാലജൻ ഇൻഡിക്കേറ്റർ തന്നെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. LED കാര്യങ്ങളൊന്നും അല്ല. ഇനി ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാ ഹാലജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. LED കാര്യങ്ങളൊന്നും അല്ല. പിന്നെ രാത്രിയൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഹെഡ്ലൈറ്റ് തന്നെയാണിത്. രാത്രിയൊക്കെ നമുക്കൊരു 60-70 സ്പീഡിലൊക്കെ നല്ല കോൺഫിഡൻസ് വരുന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഇനി ബ്രേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ സാധാ ഡ്രം ബ്രേക്കുമാണ് വന്നിരിക്കുന്നത്. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രേക്കാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം മഴക്കാലത്തൊക്കെ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി സ്കിഡ് ആവുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ബ്രേക്കല്ല ഇത്. സാധാ നോർമൽ റോഡിൽ കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ തരുന്ന MRFൻ്റെ ടയറാണ് വണ്ടിക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 110/80/17 ബാക്കിൽ 80/100/17 വണ്ടിയുടെ ടയർ സൈസ്. ഇത് അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടയറാണ്. കാരണം ഈ വണ്ടി 20,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. 20,000 കിലോമീറ്റർ ഓടിയ ടയറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടും കുഴപ്പമില്ല, നല്ല ടയറാണ് വണ്ടിക്ക് വന്നത്. ഇനി ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ മോഡറേറ്റ്ലി ടൈറ്റ് ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷനുമാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. നല്ല വിത്തും ഉണ്ട്. നമുക്ക് ദിവസം സുഖമായിട്ട് നമുക്ക് 100 കിലോമീറ്ററൊക്കെ വണ്ടി നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ഗ്രാബ് റെയിലും വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പില്ലിയനൊക്കെ നല്ല സുഖമായിട്ട് സേഫായിട്ട് നമുക്ക് വണ്ടി പിടിച്ചിരിക്കാൻ പറ്റും എത്ര കിലോമീറ്റർ വേണമെങ്കിലും. പിന്നെ അമ്മമാരെയൊക്കെ കയറ്റുന്നവർക്കാണെങ്കിൽ നല്ലൊരു വണ്ടിക്ക് ഒരു ഫുഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. സേഫായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ക്വാളിറ്റി ഉള്ള വൈസറും വന്നിട്ടുണ്ട്. അതായത് 80-90 സ്പീഡിലൊക്കെ ഹൈവേയിലൂടെ പോകുമ്പോഴൊന്നും നല്ല എയർ പ്രൊട്ടക്ഷനൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ എയർ പ്രൊട്ടക്ഷൻ്റെ അധികം സീനൊന്നുമില്ല. വണ്ടി നമുക്കൊരു 80-90 സ്പീഡിലൊക്കെ ഈസി ആയിട്ട് ഹൈവേ ഒക്കെ ക്രൂസ് ചെയ്യാൻ പറ്റും. ഇനി കോൺട്രിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വണ്ടിക്ക് കോൺട്രി ചെയ്യാൻ വേണ്ട 2 ഫാക്ടേഴ്സാണ്. ഒന്ന് അതിൻ്റെ സസ്പെൻഷനും ഒന്ന് അതിൻ്റെ ടയേഴ്സും. ഈ വണ്ടിക്ക് സസ്പെൻഷൻ ഓക്കെയാണ്, പക്ഷേ ഇതിൻ്റെ ടയർ, ബാക്ക് ടയർ, ഈ ടയർ മാറ്റി നമ്മുടെ യമഹയുടെ FCയുടെ വെർഷൻ 2ൻ്റെയോ അല്ലെ നമ്മുടെ ഹോണറ്റിൻ്റെ ടയർ വന്നാൽ ഇപ്പോൾ കിട്ടുന്ന കോൺഫിഡൻസിൻ്റെ ഇരട്ടി കോൺഫിഡൻസ് കിട്ടും. എന്നാലും നമുക്കൊരു 50-60 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഈസി ആയിട്ട് കോൺട്രി ചെയ്യാൻ പറ്റിയ ടയർ തന്നെ ആയത്. ഇനി നമുക്ക് വണ്ടിയിലോട്ട് കയറി നിന്നിട്ട് ബാക്കി സംസാരിക്കാം. വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ സീറ്റ് ഹൈറ്റിനെ പറ്റി പറയാം. സീറ്റ് ഹൈറ്റിനെ പറ്റി പറയുമ്പം 168 സെൻറ്റിമീറ്ററുള്ള എനിക്ക് 2 സൈഡിലും അത്യാവശ്യം പ്ലാനറ്റ് ഫീറ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ 155 സെൻറ്റിമീറ്റർ താഴെയുള്ള ഒരാൾ ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്റർ ഒന്ന് ഓണാക്കാം. ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടോടുകൂടിയ മീറ്ററാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഒരു 150cc മറ്റ് 150cc അപേക്ഷിച്ച് വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മീറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്.
R15 ഒന്നുമല്ല, ഈ മറ്റ് യൂണിക്കോൺ 150 ഒക്കെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മീറ്ററാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഫ്യൂവൽ ഗേജ് അത്ര ആക്യുറേറ്റ് അല്ല. പിന്നെ വണ്ടിക്ക് RPM മീറ്റർ 9.5K വണ്ടി റെഡ് ലൈൻ ചെയ്യുന്നത്. 11K വരെ വണ്ടി കാണിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് 2 ട്രിപ്പ് മീറ്ററും വന്നിട്ടുണ്ട്. പിന്നെ ടൈമും. ഇനി സ്വിച്ചിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വണ്ടിക്ക് കിൽ സ്വിച്ച് വരുന്നില്ല, അതൊരു വലിയ പോരായ്മ തന്നെയാണ്. പിന്നെ സെൽഫ് സ്റ്റാർട്ട്. ഇനി ഇടതുവശത്തേക്ക് വരുവാണെങ്കിൽ പാസ് സ്വിച്ച്, ഡിമ്മ്, ബ്രൈറ്റ്, പിന്നെ വണ്ടി BS4 ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ ഇൻഡിക്കേറ്റർ. ഇനി ഇത് മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പം ഇത് അത്യാവശ്യം നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടി തന്നെയാണ്. കാരണം അതിൻ്റെ വെയിറ്റ് ആണ് 134 കിലോയെ വണ്ടിക്ക് കർബ് വെയിറ്റ് വന്നിട്ടുള്ളൂ. അത് ബിഗിനറിനെ സംബന്ധിച്ചോളം ഈസി ആയിട്ട് ഈ വണ്ടി തന്നെ ഓടിച്ച് പഠിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ക്ലച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ക്ലച്ച് തന്നെ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതൊരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു പീക്ക് ടു പീക്ക് ട്രാഫിക് ഒക്കെ ആണെങ്കിലും ക്ലച്ച് കുഴപ്പമില്ല. പിന്നെ വണ്ടിയുടെ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗിയർ ബോക്സ്, അതായത് ടിപ്പിക്കൽ ഹോണ്ട ഗിയർ ബോക്സ് തന്നെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു ഗിയർ ബോക്സാണ്. 2014 ഹോണ്ട ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം 2014 കുറച്ച് ഫേസ് ഷിഫ്റ്റോടുകൂടി വണ്ടി പിന്നെ റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വണ്ടി BS6 കമ്പനി അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടം ആ ഒരു പഴയ യൂണിക്കോൺ തന്നെയാണ്. അതുകൊണ്ട് കമ്പനി എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു എൻജിൻ, ഇത് മറ്റേ 150യെക്കാട്ടിയും അൾട്രാ സ്മൂത്താണ് ഈ വണ്ടിയുടെ എൻജിൻ. ഈ ഒരു എൻജിൻ യൂണിക്കോൺ 150 കമ്പനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് BS6 വെർഷനുകളിൽ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും റിഫൈൻഡും 150 വന്നാൽ അതൊരു ക്ലാസ് കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കി ഭാഗത്തൊന്നും കുഴപ്പമില്ല. അതായത് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് മോശമായിട്ടുള്ള പെയിൻറ്റ് ക്വാളിറ്റി തന്നെയാണ്. കാരണം ഇത് വെയിൽ കൊള്ളുമ്പോൾ ഇതിൻ്റെ ഒരു കളർ ഫെയ്ഡാകും. വണ്ടി വാങ്ങിച്ച ആ ഒരു വർഷം തന്നെ അതിൻ്റെ കളർ ഫെയ്ഡായതാണ്. അതിനുശേഷം ഒരു 1-1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഭാഗം മങ്ങി അത് വെളുക്കാൻ തുടങ്ങി. ബാക്കി ടാങ്കിൻ്റെയും മറ്റ് ഭാഗങ്ങളിലുള്ള പെയിൻറ്റ് ക്വാളിറ്റി ഒന്നും മോശമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തെ പെയിൻറ്റ് ക്വാളിറ്റി മാത്രമേ എനിക്കൊരു പരാതി പറയാനുള്ളൂ. ബാക്കിയെല്ലാം പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പക്കേ. ഇനി ഈ വണ്ടി ലഭ്യമല്ല. കാരണം 2020 കമ്പനി മറ്റ് വണ്ടികളൊക്കെ BS6 കൺവേർട്ട് ചെയ്തപ്പം ഈ വണ്ടിയെ കൺവേർട്ട് ചെയ്തില്ല. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വണ്ടി എടുത്ത് പഠിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഇതുകൊണ്ടൊരു 2016-17 FCO യൂണിക്കോണോ ഒക്കെ എടുത്ത് പഠിക്കുന്നത്. അങ്ങനെ ഒരു വണ്ടി തന്നെയാണ് ഇതും. കാരണം ഇതിൻ്റെ എൻജിൻ എങ്ങനെ ഓടിച്ചാലും ഈ വണ്ടിയുടെ എൻജിനൊരു കുഴപ്പമില്ല. വണ്ടി നല്ല റിഫൈൻഡ് വണ്ടിയാണ്. FCയെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഏത് മോശമായിട്ടുള്ള റോഡിൽ കൂടെ പോയാലും വണ്ടിക്ക് അടി കെട്ടുമെന്നൊരു പേടിയൊന്നും വേണ്ട. ഇതിൻ്റെ ടാങ്ക് സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 12 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് സൈസ് വരുന്നത്. പിന്നെ ഇതൊരു കമ്മ്യൂട്ടർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു ഫാക്ടറാണ് ഇതിൻ്റെ മൈലേജ്. മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ സിറ്റികളിൽ 45 മുതൽ 50 വരെയും, ഹൈവേയിൽ ഒരു 50-55 മൈലേജ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ടാങ്ക് റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 550-600 ഇടയ്ക്ക് ഇരിക്കും. അതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു ടൂറൊക്കെ പോകാൻ നല്ലൊരു ഓപ്ഷനാണ് യൂണിക്കോൺ. ഇനി ഈ വണ്ടിയുടെ ടേണിംഗ് റേഡിയസിനെ പറ്റി പറയുകയാണെങ്കിൽ NSനെ FCയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ടേണിംഗ് റേഡിയസും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.